എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിണമണിഞ്ഞ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അകമഴിഞ്ഞ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യമായ ഭാരതം ഇന്ന് 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. 200 വർഷത്തോളം നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്നു. 1498 പോർത്തുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ കേരളത്തിൽ കോഴിക്കോടിനടുത്ത് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് കപ്പലിറങ്ങുകയും അതിനെ തുടർന്ന് ഇവിടുത്തെ സുഗന്ധ വ്യഞ്ജന സമ്പത്തിനെക്കുറിച്ച് അറിവ് കിട്ടിയ ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, സ്പെയിൻകാർ, ബ്രിട്ടീഷുകാർ തുടങ്ങിയ യൂറോപ്യന്മാരൊക്കെ ഇങ്ങോട്ട് ഒഴുകുകയും ക്രമേണ ഇവിടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷ സംജാതമായി. അതിൽ പ്രധാനികളായിരുന്നു ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. അക്കാലത്ത് ഭാരതം വ്യത്യസ്തമായ നാട്ടുരാജ്യങ്ങളായിട്ട് തമ്മിൽ ഐക്യതയില്ലാതെ ഭിന്നിച്ചു നിന്നത് ഇവരുടെ പദ്ധതികൾ എളുപ്പം ആസൂത്രണം ചെയ്യാൻ ഒരു മുഖാന്തരമായിട്ട് ഭവിച്ചു. 1757 ബംഗാൾ നവാബിനെ തോൽപ്പിച്ചുകൊണ്ട് പ്ലാസി യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ട് അവർ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചു. അക്കാലത്ത് പല നാട്ടുരാജ്യങ്ങളുമായിട്ട് ഇവർ സന്ധിയിൽ ഏർപ്പെട്ടു. എതിരാളികളെ എതിർക്കാൻ ഇവരെ സഹായിക്കുന്നതിന് പകരമായിട്ട് വൻ തുക കപ്പം വാങ്ങുക, അതുപോലെ ഭീഷണിപ്പെടുത്തുക, അവരോട് യുദ്ധം ചെയ്തൊക്കെ ഓരോ നാട്ടുരാജ്യങ്ങളെ ഒന്നൊന്നായി അവരുടെ വരുതിയിലാക്കി. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യ ബോധം അതിനെ ഹനിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടൊരു സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആവശ്യമെന്നുള്ള ബോധ്യത്തിൽ നിലനിന്നുകൊണ്ട് ഈ വൈദേശിക ശക്തികൾക്കെതിരെ 1857 വലിയൊരു പ്രതിഷേധ സമരം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇതിനെ തികഞ്ഞ അവജ്ഞയോടെ ശിപ്പായി ലഹള എന്ന് വിളിച്ച് പരിഹസിച്ചു, അത് നിസ്സാരവൽക്കരിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ഈ ഒന്നാമത്തെ ചെറുത്തുനിൽപ്പ് ബ്രിട്ടീഷ് ഭരണരംഗത്ത് തന്നെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്താൻ കാരണമാക്കി തീർത്തു. എന്നിരുന്നാലും ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയായിട്ട് തന്നെ പിന്നെയും തുടരുകയാണ് ഉണ്ടായത്. തുടർന്ന് ശക്തമായ സമരമുറകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഭാരതത്തിൽ അരങ്ങേറി. മഹാത്മാഗാന്ധി, താന്തിയ തോപ്പി, ജവഹർലാൽ നെഹ്റു, അതുപോലെ അബ്ദുൽ കലാം ആസാദ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ആളുകളൊക്കെ ഇതിൽ പ്രധാനികളാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ സമരങ്ങളുടെ എല്ലാ നേതൃത്വം ഗാന്ധിജിയുടെ കൈകളിലെത്തി. അഹിംസ എന്ന് പറയുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ആശയ സംഹിതയിലൂടെ ആ സമര രീതി മുന്നോട്ട് പോവുകയും വേദനിപ്പിച്ച് നേടുന്ന ഒന്നും നിലനിൽക്കില്ല എന്നുള്ള ആശയത്തിൽ ഊന്നിക്കൊണ്ട് ആ സമരമുറ ആ നിലയിൽ മുന്നോട്ട് പോയി. തികച്ചും സമാധാനപരമായ സമരമുറകൾക്ക് ഇടയിലും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പോലെയുള്ള രക്തരൂക്ഷിതമായ നടപടികളാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത് എന്നത് സ്വാതന്ത്ര്യലബ്ധിക്ക് 78 വർഷം പിന്നിടുമ്പോഴും മായാത്ത മുറിവുകളായിട്ട് മനുഷ്യ മനസ്സിൽ ഇന്നും അവശേഷിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ തുടർന്ന് നടന്ന ശക്തമായ കാഠിന്യമേറിയ നിരവധി സമരമുറകളിലൂടെ ഒടുക്കം 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ മോചിപ്പിക്കാൻ അഹോരാത്രം അധ്വാനിക്കുകയും ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത നിസ്വാർത്ഥമതികളായ ഓരോ ധീരദേശാഭിമാനികളെയും നമുക്ക് ഈ ദിനത്തിൽ ആദരവോടെ സ്മരിക്കാം. ഇന്ന് ഈ 2024 നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യം പുരോഗതിയുടെ പാതയിൽ തന്നെയാണ്. എത്രയോ പടവുകളാണ് പുരോഗതി നമ്മൾ ആ നിലകളിൽ പ്രാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൈദ്യശാസ്ത്ര രംഗത്ത്, സാമൂഹിക ശാസ്ത്ര രംഗത്ത്, അതുപോലെ രാഷ്ട്രീയ മേഖലകളിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ, അതുപോലെ സൈനിക ശക്തിയിൽ, ഗതാഗതം, വാർത്താവിനിമയം, എല്ലാ മേഖലകളിലും അസൂയാവഹമായ മാറ്റവും നേട്ടവുമാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. ചന്ദ്രയാനും മംഗൾയാനും ബഹിരാകാശ യാത്രികരും കായിക രംഗങ്ങളിലെ ലോക കിരീടങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇതര രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളൊക്കെ അത് ശക്തിപ്പെടുത്തുന്ന നിലയിൽ ഇതെല്ലാം നമ്മൾ ക്രമാനുഗതമായി കൈവരിച്ച നേട്ടങ്ങളാണ്. എന്നാൽ ഒരു വശത്ത് നാം സ്വതന്ത്രരാണ് എന്ന് തത്വത്തിൽ പറയുമ്പോഴും പല മേഖലകളിലും മനുഷ്യൻ ചങ്ങലകളിലാണ് എന്നത് വസ്തുതയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും കലുഷിതമായ സാഹചര്യങ്ങളാണ് ഉളവായിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ക്രമാനുഗതമായ അല്ലെങ്കിൽ ക്രമാതീതമായ ഉപഭോഗം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും. ബാലപീഡകൾ, സ്ത്രീപീഡനങ്ങൾ, കൊലപാതകങ്ങൾ, സ്ത്രീധന മരണങ്ങൾ, അഴിമതികൾ, ആത്മഹത്യകൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഭ്രൂണഹത്യകൾ, കുടുംബത്തകർച്ചകൾ, അതുപോലെ വിവാഹമോചനങ്ങൾ, വർഗീയ ചേരിതിരിവുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ, അതെല്ലാം നിത്യസംഭവങ്ങളായിട്ട് മാറിയിരിക്കുന്ന സ്ഥിതിയാണ്. ഈ പറഞ്ഞ അനുഭവങ്ങൾക്കൊക്കെ ഇരയാകുന്ന അശരണരായിരിക്കുന്ന പരസഹസ്രം ആൾക്കാർ എന്ത് സ്വാതന്ത്ര്യമാണ് അനുഭവിക്കുന്നത്? മദ്യപനായ, മയക്കുമരുന്നിനടിമയായ ഒരു വ്യക്തിയുടെ വീട്ടിൽ കഴിയുന്ന അയാളുടെ ആശ്രിതരായ വ്യക്തികൾക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയത്തിലും ഭീകരമായ അന്തരീക്ഷത്തിലും അവർ കഴിയേണ്ട സ്ഥിതിയാണ്. അത് അടിമത്തമാണ്, അസ്വാതന്ത്ര്യമാണ്, അരക്ഷിതാവസ്ഥയാണ്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം പിന്നിടുമ്പോഴും എല്ലാവർക്കും ഒരുപോലെ ഈ സ്വാതന്ത്ര്യം കരഗതമാകുന്നില്ല എന്നത് വസ്തുതയായിട്ട് അവശേഷിക്കുകയാണ്. ഇത്തരം സ്ഥിതിവിശേഷത്തിൽ നിന്ന് മനുഷ്യനെ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ആർക്ക് കഴിയും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, ശാസ്ത്രീയ, സാങ്കേതിക മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച മഹാന്മാർക്ക്
ഇവരെ ഒക്കെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ കഴിയുമോ? നിരവധിയായ മതങ്ങൾ, മതകേന്ദ്രങ്ങൾ, മതമേലാളന്മാർ, എത്രയോ പ്രത്യയശാസ്ത്രങ്ങൾ, എത്രയോ ഇസങ്ങൾ, ഉരുക്കുപല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാരായ എത്രയോ മനുഷ്യർ, ഇവർക്കാർക്കും മനുഷ്യനെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ കഴിയാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ 2000 വർഷങ്ങൾക്കപ്പുറം ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തരംതിരിച്ച് ചരിത്രത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപുരുഷനായ ക്രിസ്തു പാരതന്ത്ര്യത്തിന്റെ മുറിവുകൾ പേറി അധ്വാന ഭാരത്താൽ വലയുന്ന കലുഷിതമായ ജീവിത പരിസരങ്ങളിൽ ഉഴലുന്ന ജനതതികളെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ഇഫ് ദ സൺ ഓഫ് മാൻ സെറ്റ്സ് യു ഫ്രീ, യു ഷാൽ ബി ഫ്രീ ഇൻഡീഡ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ ഒരു കാര്യം, യേശു ഒരിക്കലും ഒരു മതസ്ഥാപകനല്ല. യേശു ഇവിടെ വന്നപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി ലോകത്തിൽ ജഡധാരണം ചെയ്തപ്പോൾ ഇവിടെ നിരവധി മതങ്ങളുണ്ടായിരുന്നു. ഇവിടെ ബുദ്ധമതമുണ്ടായിരുന്നു, ജൈനമതമുണ്ടായിരുന്നു, പേർഷ്യൻ മതങ്ങളുണ്ടായിരുന്നു, റോമൻ മതങ്ങളുണ്ടായിരുന്നു, ഗ്രീക്ക് മതങ്ങളുണ്ടായിരുന്നു, ബാബിലോണ്യ മതങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നിരവധി മതങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഇരിക്കട്ടെ എൻ്റെ വക ഒരു മതവും കൂടി എന്ന് പറയാൻ കടന്നു വന്നവനല്ല കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം അവൻ വഴിയും സത്യവും ജീവനുമാണെന്നുള്ളതാണ്. അവനൊരു വഴിയാണെന്നാണ്, മാർഗമാണെന്നാണ്, മതസ്ഥാപകൻ എന്നുള്ള അർത്ഥത്തിലല്ല. ആയതിനാൽ ക്രിസ്തുവിലേക്ക് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കടന്നു വരാൻ സാധിക്കും. കാരണം ഒരു മതത്തിൻ്റെ സ്ഥാപകനായിട്ടല്ല, ജാതി മതവർണ്ണ വർഗ വ്യത്യാസമെന്നെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കാൻ, അവനിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവസരങ്ങൾ നിശ്ചയമായിട്ടുമുണ്ട്. മനുഷ്യവർഗത്തിന്റെ പാപവിമോചകൻ എന്ന നിലയിലാണ് കർത്താവ് യേശു ക്രിസ്തു ഇഹലോകത്തിൽ ജഡധാരണം ചെയ്തത്. മനുഷ്യന്റെ അകത്തുനിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോഴാണ് സമൂഹം ആ വ്യക്തിയെ ആ തിന്മ ചെയ്തതായിട്ട് വിധി എഴുതുന്നത്. ഒരു കള്ളൻ അവൻ മോഷ്ടിച്ച് കഴിയുമ്പോഴാണ് അവനെ ഒരു മോഷ്ടാവായിട്ട് പരിഗണിക്കുന്നത്. പക്ഷേ ക്രിസ്തു പറഞ്ഞത് അവൻ്റെ ഉള്ളിൽ ആ മോഷണത്തിൻ്റെ ചിന്ത ഉടലെടുക്കുന്ന സമയത്ത് തന്നെ അവനൊരു മോഷ്ടാവായി കഴിഞ്ഞു. ഒരു കൊലപാതകം എന്ന് പറയുന്ന ഒരു വസ്തുത അത് ചെയ്തെങ്കിൽ മാത്രമേ സമൂഹം ആ വ്യക്തിയെ കൊലപാതകനായിട്ട് കാണുകയുള്ളൂ. പോലീസിന് ഒരു പ്രവൃത്തി അവിടെ നടന്നെങ്കിൽ പോലീസിന് നിയമപാലകർക്ക് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആ കൊലപാതക ചിന്ത, പക, വിദ്വേഷം, അതിന് കൊലപാതകത്തിന് കാരണമായി തീരുന്ന ആ വസ്തുതകൾ ഇവൻ്റെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ രൂപം എടുക്കുമ്പോൾ തന്നെ അവൻ ആ പ്രവൃത്തി ചെയ്തതിന് തുല്യമായിട്ട് ക്രിസ്തു പരിഗണിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടത് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലാണ്. വേരോടെ പാപത്തിൻ്റെ ശക്തികളെ പിഴുതുകളയുന്നിടത്താണ് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ ആ പാപത്തിൽ നിന്ന് ജയം പ്രാപിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനെ കാർന്നു തിന്നുന്ന ഇത്തരം പാപപ്രവണതകൾ, മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ലഹരി പദാർത്ഥങ്ങളുടെ, കുടുംബത്തകർച്ചകളുടെ, ഇത്തരം സ്ഥിതിവിശേഷങ്ങളുടെ എല്ലാം അസ്വാതന്ത്ര്യത്തിൽ, അടിമത്തത്തിൽ ഈ 77 വർഷം പിന്നിടുന്ന ഈ കാലഘട്ടത്തിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന 77 വർഷങ്ങൾക്ക് ശേഷവും മനുഷ്യൻ അസ്വാതന്ത്ര്യത്തിൻ്റെ നിലയിൽ തുടരാൻ കാരണം മനുഷ്യൻ്റെ അകത്തളങ്ങളിൽ കുടികൊള്ളുന്ന പാപത്തിൻ്റെ പ്രവണതകളാണ്. ഇതിൽ നിന്ന് പൂർണ്ണമായ വിമുക്തി മനുഷ്യന് ആവശ്യമായിരിക്കണമെങ്കിൽ നിശ്ചയമായും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സാധ്യമാകും. അവൻ പാപവിമോചകനാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം, മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതാണ് പാപം, അത്ര വലിയ പാപമൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ മനുഷ്യൻ ഉരുവായത് തന്നെ അകൃത്യത്തിലാണ് എന്ന് തിരുവചനം അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നു. കൊച്ചുകുഞ്ഞിൻ്റെ ഉള്ളിൽ പോലും പാപത്തിൻ്റെ പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാർത്ഥതയും വാശി പിടിച്ച് കരയുന്ന അനുഭവങ്ങളും വൈരാഗ്യവും ദേഷ്യം പ്രകടിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം നമ്മൾ തട്ടിയെടുത്താൽ വാശി പിടിച്ച് നിലവിളിക്കുന്നതായിട്ട് കാണാം. കാരണം അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അത് വളർന്നു വരുന്നതിനനുസരിച്ച് അത്തരം പാപപ്രവണതകൾ ആ കുഞ്ഞിനോടൊപ്പം വളർന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് സമ്പൂർണ്ണമായ പരിഹാരം വരുത്താത്തിടത്തോളം അതിപരിശുദ്ധനായ ദൈവം വസിക്കുന്ന സ്വർഗീയ വാസസ്ഥാനങ്ങളിലേക്ക് ഒരു മനുഷ്യനും പ്രവേശനം ഉണ്ടാകുകയില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇഹലോകത്തിൽ ഏക യാഗമായിട്ട് തീർന്നു. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ളൊരു പൊതുതത്വമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് നിരവധി ബലികൾ ഇവിടെ ഉണ്ടായിരുന്നു. മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നുണ്ടായിരുന്നു, പക്ഷികളെ ബലിയർപ്പിച്ചിട്ടുണ്ടായിരുന്നു, മനുഷ്യനെ പോലും കുരുതി കഴിക്കുന്ന മത സംഹിതകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യന് പകരം മൃഗം മരിച്ചാൽ പോരാ, പക്ഷികൾ രക്തമൊഴുക്കി കൊല ചെയ്യപ്പെട്ടാൽ പോരാ, മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ തന്നെ മരിക്കണം. അതും പാപമംഗലമായ രക്തമല്ല ഒഴുക്കപ്പെടേണ്ടത്, പവിത്ര രക്തം ഒഴുക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യത്യസ്തമായ ജനനത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായത്. കാരണം ക്രിസ്തുവിൽ പാപമില്ലാത്ത നിലയിലാണ്, ജന്മപാപമില്ലാത്ത നിലയിലാണ് ക്രിസ്തുവിൻ്റെ ആഗമനം. മനുഷ്യരെല്ലാം അകൃത്യത്തിൽ ഉരുവാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ജഡധാരണം, ക്രിസ്തുവിൻ്റെ ജനനം വ്യത്യസ്തമായിരുന്നു. നമ്മൾ
ജയിലറുകൾ പരിശോധിച്ച് നോക്കുക. അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ കുറ്റകൃത്യം ചെയ്ത് അവിടെ ആയിരിക്കുന്നത്? ഒരിക്കലുമല്ല. മദ്യമയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിപണനവും ഒക്കെ നടത്തുന്ന ആളുകൾ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല. അങ്ങനെ അകൃത്യത്തിൻ്റെ കാര്യത്തിൽ, പാപത്തിൻ്റെ കാര്യത്തിൽ, തിന്മയുടെ കാര്യത്തിൽ, കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിൽ ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമെന്നീ എല്ലാ മനുഷ്യരും ഒരുപോലെ തിന്മയുടെ അടിമകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വചനം അസന്നിഗ്ധമായിട്ട് പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. അങ്ങനെ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത നിമിത്തം, തിന്മയുടെ അനുഭവങ്ങളിലായത് നിമിത്തം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു രക്ഷാപദ്ധതിയും ആവശ്യമാണ്. അതാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ളത്. ആയതിനാൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ എന്ന് വെച്ചാൽ ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ പാപികളായതിനാൽ എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ രക്ഷയുടെ പദ്ധതിയും ആവശ്യമാണ്. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. അതുകൊണ്ട് ഒരു മതത്തിൻ്റെ ഒരു ചിന്തയല്ല ഇത്. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പാപപങ്കിലമായ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിക്കാൻ കർത്താവായ യേശു ക്രിസ്തു രക്ഷാനായകനായിട്ട് നിലകൊള്ളുകയാണ്. റോമാലേഖനം ഇങ്ങനെ പറയുന്നു, അതിൻ്റെ 3:25 ഇപ്രകാരം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തമുഖാന്തരം പ്രായശ്ചിത്തമാകാൻ ദൈവം യേശുക്രിസ്തുവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൈവമക്കളാകാനുള്ള അധികാരം ലഭിക്കുകയാണ്. ദൈവം നമ്മെ നീതീകരിക്കുകയാണ്. നാം പാപികളായിരിക്കുമ്പോൾ നാം പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ നീതിമാന്മാരാക്കി പ്രഖ്യാപിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ്റെ അനുഭവമാണ്, നീതീകരണത്തിൻ്റെ അനുഭവമാണ് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നത്. പ്രാഗൽഭ്യത്തോടെ നമുക്ക് ദൈവം മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ, സമൂഹത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവത്തിൻ്റെ ഉദാത്തമായ പദ്ധതിയാണത്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിന ആഘോഷ വേളയിൽ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഒരേ ഒരു വഴി മാത്രം, അത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിത്തരുന്ന സ്വാതന്ത്ര്യമാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ യോഹന്നാന്റെ സുവിശേഷം 8:36 ഇങ്ങനെ പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആ ക്രിസ്തുവിലൂടെയുള്ള പൂർണ്ണമായ, സമ്പൂർണമായ, സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് അനുഗ്രഹീതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥരായി തീരാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ പിടിക്കപ്പെടാൻ, അവരാൻ അനുഗ്രഹിക്കപ്പെടാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയവും മനസ്സും നിറയുവാൻ സർവശക്തനായ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കട്ടെ, അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെയും ഈ സന്ദേശത്തിന് കാതോർത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തൻ എല്ലാവരെയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.